സംസ്കൃതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇനിയുള്ള പ്രിപ്പറേഷൻ, അതായത് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പഠനം ഏത് രീതിയിൽ മുന്നോട്ടേ കൊണ്ടുപോകണം, മോക്ക് ടെസ്റ്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, റിവിഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഇനി നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, ജനറൽ പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വിട്ടുകളയാൻ പാടില്ലാത്തത്, അതുപോലെ മെയിൻ സബ്ജക്റ്റ് ഏത് രീതിയിൽ പഠനം കൊണ്ടുപോകണം എന്നുള്ളതൊക്കെയാണ്. ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഈ ഒരു വീഡിയോ നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ഇനി 14 ദിവസങ്ങൾ മാത്രമേ പരീക്ഷയിലേക്കുള്ളൂ. പരീക്ഷ ഡേറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിയിപ്പുകളോ ഒന്നും തന്നെ ഒഫീഷ്യലായിട്ട് NDAയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അപ്പൊ ഈ 2 ആഴ്ച നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 2 ആഴ്ചത്തേക്ക് നമുക്കൊരു കോഴ്സ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു PYQ പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ UGC നെറ്റ് ക്രാക്ക് ചെയ്യാനൊന്നും സാധിക്കില്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ നിലവിൽ പ്രിപ്പയർ ചെയ്ത് വരുന്നവർ ഇനി അങ്ങോട്ടേക്ക് കൃത്യമായിട്ട് തന്നെ റിവിഷൻ കൊണ്ടുപോകുക എന്നുള്ളതാണ്. റിവിഷന് കൂടുതൽ പ്രാധാന്യം നൽകുക, പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ബലപ്പെടുത്തുക. ഇത് ഞാൻ പഠിച്ചത് ഓക്കെയാണ്, പരീക്ഷാ ഹാളിൽ എനിക്കിത് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ നമുക്ക് അറിയാനുള്ളത് PYQ പ്രാക്ടീസ് OMR മോക്ക് ടെസ്റ്റ് ആണ്. നമ്മുടെ ഇത്തവണത്തെ പരീക്ഷയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന് ഒന്നാമത്തെ പ്രത്യേകതയാണ് നമ്മുടെ പരീക്ഷ പാറ്റേൺ, പരീക്ഷയുടെ മോഡ് മാറി എന്നുള്ളത്. CBTയിൽ നിന്നും നമ്മളിപ്പോ OMRലേക്കാണ് പരീക്ഷ മാറിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മാറുന്ന സമയത്ത് ഈ OMR എക്സാം എന്ന് പറയുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതും നമ്മൾ ഒരുപാട് പരീക്ഷകൾ എഴുതുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു OMR ടെസ്റ്റ് നടത്തി പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ 2 ആഴ്ച മുൻനിർത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ റിവിഷൻ കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോകുക എന്നുള്ളതാണ്. PYQലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് നമുക്ക് ഓരോ യൂണിറ്റിൽ നിന്നും കുറച്ച് PYQ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എന്നാൽ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുമില്ല. പരീക്ഷാ രീതി 2022 മുതൽ കൃത്യമായിട്ട് മാറിയിട്ടുണ്ട്. NDAയുടെ ചെയർമാനും UGCയുടെ ചെയർമാനും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്, ആവർത്തിക്കപ്പെടില്ല എന്നുള്ളത്. അത്രയും ഏരിയ നമുക്കുണ്ട്. ഇത്തവണത്തെ പരീക്ഷക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്ത് ആ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം എന്നുള്ളത് നമുക്ക് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങൾ ഈ 2 ആഴ്ച നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകുമ്പോൾ നമുക്ക് പല രീതിയിൽ നമ്മൾ ഡൈവേർട്ട് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ PYQ പ്രാക്ടീസും OMR ടെസ്റ്റിനും ഒക്കെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുമ്പോൾ നമ്മുടെ റിവിഷനുള്ള സാധ്യത വളരെ വളരെ കുറഞ്ഞു പോവുകയാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളൊരു കോഴ്സ് എടുത്തവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് വെച്ച് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഈ നമ്മൾ പഠിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ യാതൊരു രീതിയിലും മിസ്സാക്കരുത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ റിവിഷനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. മോക്ക് ടെസ്റ്റ് അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഒരുപാട് പേര് നമ്മളെടുത്ത് 2-3 ദിവസങ്ങളായിട്ട് ചോദിക്കുന്നത് OMR മോക്ക് ടെസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതില്ലേ, അല്ലെ അതിന്റെ ആവശ്യകതകൾ ഉണ്ടോ, അത് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതൊക്കെയാണ്. നമ്മൾ ഇതുവരെ CBT ആയിരുന്ന സമയത്ത് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്താണ്. നമുക്ക് 2023 പരീക്ഷയെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാം. ജൂൺ ആയാലും ഡിസംബർ ആയാലും ആ പരീക്ഷയുടെ കൃത്യമായിട്ടുള്ള കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. യാതൊരു രീതിയിലും ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതിയ പല ഏരിയകളും കഴിഞ്ഞ തവണത്തെ എക്സാമിന് NDA ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇക്കണോമിക്സ് സബ്ജക്റ്റ് ആയാലും ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആയാലും കൊമേഴ്സ് ആയാലും ഒക്കെ നമ്മൾ ഏതൊക്കെ ഏരിയകളാണോ വിട്ട് കളഞ്ഞിരിക്കുന്നത് ആ ഏരിയകളിൽ നിന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഏത് ഏരിയ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. നമുക്ക് ടോട്ടലി 20 യൂണിറ്റ് ആണുള്ളത്. അത് ജനറൽ പേപ്പറിന്റെ 10 യൂണിറ്റും നമ്മുടെ മെയിൻ പേപ്പറിന്റെ 10 യൂണിറ്റ്. ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 50 ചോദ്യങ്ങൾ 100 മാർക്കിനുള്ളത്. മെയിൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം 100 ചോദ്യങ്ങൾ 200 മാർക്കിനുള്ളത്. അപ്പോൾ ഈ 300 മാർക്കിനുള്ള ചോദ്യങ്ങൾ
പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നത്. അപ്പൊ പലരും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജനറൽ പേപ്പർ എത്ര മണിക്കൂറാണ്, മെയിൻ പേപ്പർ എത്ര മണിക്കൂറാണ്, പരീക്ഷയ്ക്കിടയിൽ OMR ആയതുകൊണ്ട് ഗ്യാപ്പ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പരീക്ഷ തുടർച്ചയായിട്ട് 3 മണിക്കൂറാണ്. നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ ജനറൽ പേപ്പറിന് എത്ര ടൈം, മെയിൻ പേപ്പറിന് എത്ര ടൈം എന്നുള്ളതൊന്നുമില്ല. നമുക്ക് ഏത് പേപ്പർ വേണമെങ്കിലും ആദ്യം അറ്റൻഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ കയ്യിൽ മുഴുവൻ ചോദ്യങ്ങൾ ലഭിക്കും. ആ കാര്യങ്ങളൊക്കെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ കാര്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത് ഒത്തിരി പേര് കമന്റിലൂടെയും മെസ്സേജിലൂടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് 3 മണിക്കൂറാണ് നമ്മുടെ പരീക്ഷ വരുന്നത്. അതിന് ഗ്യാപ്പുകളൊന്നും തന്നെ ഇല്ല, റെസ്റ്റ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ജനറൽ പേപ്പറിൽ 100 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക, മെയിൻ പേപ്പറിൽ 200 മാർക്കിനാണ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. ഇത്തവണത്തെ പരീക്ഷയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളും നമ്മുടെ പരീക്ഷാ രീതികളും മാറിയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കും. OMR മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. CBT അപേക്ഷിച്ച് വളരെ വിഷമം കുറഞ്ഞ ഒരു രീതിയാണ്. പക്ഷെ അതിനും ഇതിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ആ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഈ 300 മാർക്കിനുള്ള ചോദ്യങ്ങളിൽ നിന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ മെയിൻ സബ്ജക്റ്റിന് തന്നെയാണ്. ഇവിടെ ജനറൽ പേപ്പറിന് പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ളതല്ല. ജനറൽ പേപ്പറിൽ നമുക്ക് 100 മാർക്കിനുള്ളതും മെയിൻ പേപ്പറിൽ 200 മാർക്കിനുള്ളതുമാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കൂടുതൽ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ മെയിൻ പേപ്പറിലെ റിവിഷൻ, ജനറൽ പേപ്പറിലെ റിവിഷൻ, ഇത് രണ്ടും ഒരേ രീതിയിൽ തന്നെ കൊണ്ടുപോകണം. മെയിൻ പേപ്പറിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ അതിലാണ് നമ്മൾ മാർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. റിവിഷനിലേക്ക് വരുന്ന സമയത്ത് പലരും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ജനറൽ പേപ്പറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, ജനറൽ പേപ്പറിലെ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നു. ജനറൽ പേപ്പറിന് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻ പേപ്പർ യാതൊരു കാരണവശാലും നമ്മൾ വിട്ടുകളയാൻ പാടില്ല. 100 ചോദ്യങ്ങൾ 200 മാർക്കിനുള്ളതാണ് നമുക്ക് അതിലുള്ളത്. മറ്റതിൽ 50 ചോദ്യങ്ങൾ 100 മാർക്കിനുള്ളതാണ്. അപ്പോൾ ഈ ജനറൽ പേപ്പറിന് എങ്ങനെ പ്രാധാന്യം കൊടുക്കുമോ അതിന്റെ ഇരട്ടി പ്രാധാന്യം നമ്മുടെ മെയിൻ പേപ്പറിന് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായ രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി നമ്മുടെ ഇനിയുള്ള സമയം ജനറൽ പേപ്പറിലേക്ക് മുഴുവനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ പേപ്പറിൽ നമുക്ക് മാർക്ക് കുറയും. അതുകൊണ്ടാണ് പലരും പറയുന്നത് ജനറൽ പേപ്പറിൽ മാർക്ക് കിട്ടി, മെയിൻ പേപ്പറിൽ മാർക്ക് കുറയുന്നു, ജനറൽ പേപ്പറിലാണ് കൂടുതൽ മാർക്ക് എന്നുള്ളതൊക്കെ പറയും. അതിൽ കാൽക്കുലേഷനിലും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പലരും ജനറൽ പേപ്പറിൽ 100, മെയിൻ പേപ്പറിൽ 100 എന്നുള്ള രീതിയിലാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല. ജനറൽ പേപ്പറിൽ 100ഉം മെയിൻ പേപ്പറിൽ 200 മാർക്കിനുള്ളതാണ് എന്നുള്ളതും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പൊ ഇനി നമ്മൾ റിവിഷന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ജനറൽ പേപ്പറിലും മെയിൻ പേപ്പറിലും ഒരുപോലെ നമ്മൾ ഇനി റിവിഷൻ കൊണ്ടുപോകണം. PYQ പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതും ജനറൽ പേപ്പറിലും നമ്മുടെ മെയിൻ പേപ്പറിലും ഒരുപോലെ നമ്മൾ PYQ പ്രാക്ടീസ് ചെയ്യണം. PYQ റിവിഷന് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ PYQ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മുടെ മുമ്പിൽ ഇനി 14 ദിവസങ്ങൾ, അതായത് 2 ആഴ്ച മാത്രമേ സമയമുള്ളൂ. പരീക്ഷാ ഡേറ്റിൽ മാറ്റം വരുന്നത് ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് ചില ഫെസ്റ്റിവൽസ് ഒക്കെ വരാനുണ്ട് എന്നുള്ളത് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്നും തന്നെ ഒരു ക്ലാരിഫിക്കേഷനും NDAയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. നമ്മൾ ഈ ഒരു ഡേറ്റ് 18-ാം തീയതി എന്നുള്ള ഡേറ്റ് കണ്ടു തന്നെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. പിന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റ്, അതുപോലെ തന്നെ സിറ്റി ഇന്റിമേഷൻ, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കും. അതിന് യാതൊരു ഡിലേയും NDAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ നമ്മളിങ്ങനെ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇടയിൽ നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ജനറൽ പേപ്പറിന്റെ, മെയിൻ പേപ്പറിന്റെ റിവിഷൻ, PYQ, ഇത് രണ്ടും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പല കാര്യങ്ങളും പരീക്ഷകളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ട് ആ ചോദ്യം എഴുതാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, നമ്മുടെ ഇപ്പം 2ാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നതെങ്കിൽ, അതായത് നമുക്ക് പിന്നീട് ബാലൻസ് വരുന്ന 98% ചോദ്യങ്ങൾക്കും, അതായത് ഒരു 148ഓളം ചോദ്യങ്ങളിലും നമ്മുടെ ആ ഒരു മെന്റൽ പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ അറിയില്ല, ക്വസ്റ്റ്യൻ അങ്ങ് വിട്ടേക്കാം, അത് നമ്മൾ അത്രത്തോളം ബാധിക്കില്ല. നമ്മൾ പഠിച്ച് ആ കാര്യങ്ങൾ ഓർത്തെടുത്ത് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളെ വലിയ രീതിയിൽ ബാധിക്കും. അത് പരീക്ഷയെ മൊത്തത്തിൽ ബാധിക്കും. ഇത് പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടേക്കുള്ള പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പേപ്പറിന്
വലിയ ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടുള്ള പഠനം അത് ശരിയല്ല. ഈ രണ്ട് പേപ്പറും, മെയിൻ പേപ്പറും ജനറൽ പേപ്പറും ഒരുപോലെ പഠിക്കണം. അതിലൊരു പടി മുന്നിൽ നിൽക്കേണ്ടത് നമ്മുടെ മെയിൻ പേപ്പർ തന്നെയാണ്. അതിലാണ് നമുക്ക് 200-ൽ ടോട്ടൽ മാർക്ക് വരുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അതിലൊരു 80 ചോദ്യമെങ്കിലും ശരിയാക്കിയിരിക്കണം. ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 50 ചോദ്യങ്ങളാണ്. അതിലൊരു 35 ചോദ്യമെങ്കിലും നമ്മൾ ശരിയാക്കിയിരിക്കണം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ബാക്കിയുള്ളത് നമുക്ക് ഇതിൽ 15 ചോദ്യങ്ങൾ, നമ്മൾ നേരത്തെ അത് കൃത്യമായിട്ട് പറഞ്ഞതാണ്, 15 ചോദ്യങ്ങളും ഇതിലൊരു 20 ചോദ്യങ്ങളും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാൻ സാധിക്കും. അത് ശരിയോ തെറ്റോ എന്നുള്ളത് നോക്കാതെ എഴുതാൻ സാധിക്കും. അതിൽ കുറച്ച് ചോദ്യങ്ങൾ നമ്മളുടെ ഭാഗ്യത്തിന് ശരിയായി കഴിഞ്ഞാൽ, അതിന് ചില മെത്തേഡുകളൊക്കെ ഉണ്ട്. അങ്ങനെ തീരെ അറിവില്ലാത്ത ചോദ്യങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം. അത് ഏത് വിഷയം ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് JRF സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കാറ്റഗറീന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ JRF സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള 3 കാറ്റഗറിയും ഓട്ടോമാറ്റിക്കലായിട്ട് സെലക്ട് ആവും. അതിൽ യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ കൂടെ ലഭിക്കും എന്നുള്ളതല്ലാതെ വേറൊരു പ്രോബ്ലവും അതിനില്ല. JRF-ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏജ് ലിമിറ്റ് ഉണ്ട്. ആ ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. JRF-ന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. OBC-യെ സംബന്ധിച്ചിടത്തോളം അത് 35 വയസ്സാണ്. അപ്പോ ഈ ഏജിനുള്ളിൽ നിങ്ങൾ ഉൾപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് JRF ലഭിക്കും. അതുപോലെ തന്നെ OBC-യിലേക്ക് വരുന്ന സമയത്ത് NFOBC ഉണ്ട്. അതും ഏകദേശം JRF-ന്റെ അതേ എമൗണ്ട് ലഭിക്കുന്ന ഫെലോഷിപ്പ് തന്നെയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. NFOBC എല്ലാവരും സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മളൊരു JRF എയിം ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ജനറൽ പേപ്പറിലും മെയിൻ സബ്ജക്റ്റിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഇനിയുള്ള ദിവസങ്ങൾ സമയത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് നിലവിൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ച് പഠിക്കുക. മാത്തമെറ്റിക്കൽ റീസണിങ്ങിന്റെയും അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ഒക്കെ ലൈവ് PYQ പ്രാക്ടീസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് പഠനം കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോകുക. ഇനിയുള്ള ദിവസങ്ങൾ 2 പേപ്പറിന്റെയും റിവിഷൻ കൃത്യമായിട്ട് ചെയ്യുക. PYQ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.